രാവിലെ തന്നെ എന്തോ ഒരു സുഖം അറിയാം. പെട്രോൾ പമ്പ് പോയിട്ട് ഡീസൽ അടിച്ചു, ടോയ്ലറ്റിനും പോയി. അതുകൊണ്ട് എന്ത് മനസ്സമാധാനം അറിയാം. രാവിലെ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ബാഗ് കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ബ്രെഡ് പാക്കറ്റും വാങ്ങി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സെറ്റാണ്. ആ ചേച്ചിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബുഡ്വെൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നേപ്പാളിൽ. നമ്മളിനി പൊക്രയിലേക്ക് പോവാണ്. ഇവിടുന്ന് 168 കിലോമീറ്റർ ഉണ്ട്. നല്ല ടാസ്ക് പിടിച്ച അഡ്വഞ്ചർ റോഡാണ്. റെഡി അല്ലേ? ഫുൾ സെറ്റല്ലേ? വർക്കൊക്കെ മാറിയോ? അപ്പോൾ ഗൈസ്, നമ്മൾ ട്രിപ്പ് തുടങ്ങിയിരുന്ന എത്രാം ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വണ്ടി കൊണ്ടുതാ പോട്ടോ. ഈ ബുഡ്വെൽ സിറ്റി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നല്ലൊരു നദിനെ ക്രോസ് ചെയ്തിട്ടാട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറേ വീടുകൾ, അതുപോലെ തന്നെ ചുറ്റിലും മലകളാണ്. നമ്മളിപ്പോൾ കയറിയതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഏറ്റവും വലിയ സിറ്റിയാണ് നമ്മൾ കണ്ടത് ഈ ബുഡ്വെൽ. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉള്ള കുറേ സൗകര്യങ്ങളുള്ള സിറ്റിയാണ്. കുറേ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ അങ്ങോട്ട് ചിന്തിക്കരുത്. നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സിറ്റിയാണ്. നേപ്പാളിൽ 3 കോടി സംതിങ് ആൾക്കാരാണ് ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പല മതത്തിലുള്ള ആൾക്കാരും ജീവിക്കുന്ന രാജ്യമാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുസാണ്. 80% ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ ബുദ്ധമതത്തിൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ജൈനുണ്ട്, അങ്ങനെ പല ഇതിൽ വരുന്നവരുണ്ട്. ഈ പറഞ്ഞതുപോലെ ചൈനയോടും ടിബറ്റിനോടും അതുപോലെ തന്നെ ഇന്ത്യനായിട്ടും ഷെയർ ചെയ്യുന്നതാണ് ഇവരുടെ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ തന്നെ ഉത്തരാഖണ്ഡായിട്ട്, ഉത്തർപ്രദേശായിട്ട്, കൊൽക്കത്തയായിട്ട്, സിക്കിമായിട്ടൊക്കെ ബോർഡർ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആട്ടോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൽ കിട്ടുക. നമ്മളിപ്പം വന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് റൈസ് ഫീൽഡും പ്ലെയിൻ ആയിട്ടുള്ള ഏരിയകളാണ്. പക്ഷെ നമ്മളിനി ഈ പൊക്ര അല്ലെങ്കിൽ അപ്പുറം ഭാഗത്തേക്കൊക്കെ, ചൈനയുടെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള നേച്ചറാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. എന്തായാലും ഇതാണ് റോഡെന്ന് വിചാരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നൊരു അഡ്വഞ്ചറാട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാഠ്മണ്ഡുവിൻ്റെ അങ്ങനെ പോയിട്ട് വളഞ്ഞു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു 3-4 മണിക്കൂർ എക്സ്ട്രാ ഓടിക്കഴിഞ്ഞാൽ നല്ല റോഡിന് പോകാൻ പറ്റും. നമ്മളിപ്പം പോകുന്ന റോഡ് കുറച്ച് സീനാണ്, കുറച്ച് അഡ്വഞ്ചറാണ്, ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ്. നമ്മളെന്തായാലും അങ്ങോട്ട് അഡ്വഞ്ചർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു 160 കിലോമീറ്റർ 165 കിലോമീറ്റർ നമുക്ക് പൊക്ര എത്താൻ പറ്റും. എന്തായാലും 6 മണിക്കൂർ എന്തായാലും നമുക്ക് എടുക്കേണ്ടി വരും. ഒരു എക്സ്ട്രീം ഓഫ് റോഡ് നമുക്കൊന്ന് ചെയ്യേണ്ടി വരും വണ്ടിയിൽ. ഇനി ഇവനത് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കിയാൽ മതി നമ്മുടെ സംഘ്. നേപ്പാളിൽ ശരിക്കും 7 സംസ്ഥാനമായിട്ടും 77 ഡിസ്ട്രിക്റ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ 30 മില്യൺ പോപ്പുലേഷനാണ് വരുന്നത്. ഏകദേശം ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ വേൾഡിൽ 93ാമത്തെ വലിയ രാജ്യമാണ് നേപ്പാൾ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. നിനക്കോ? പൊളിയല്ലേ? ഞങ്ങളിപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ വന്നപ്പോൾ നമുക്ക് 6 ദിവസം പോരായിരുന്നു എന്നുള്ളൊരു സംശയം. ഇതിപ്പോൾ 3-ാമത്തെ ദിവസമായി. നമുക്കൊരു 10-15 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്ക് ചൈന ബോർഡർ അങ്ങോട്ടൊക്കെ പോകാമായിരുന്നു. ഞങ്ങളിങ്ങനെ വിചാരിച്ച് ചുമ്മാ നമുക്ക് കയറി ഇങ്ങനെ ഇറങ്ങാം ഈ പ്രാവശ്യം എന്നുള്ള ഇതിലാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ വന്ന റോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കേട്ടോ. നമ്മൾ ടൗണാട് മാറി 1 കിലോമീറ്റർ കൂടി ആയിട്ടില്ല, അപ്പോഴേക്കും നമുക്ക് മലകൾ കണ്ടു തുടങ്ങി. പാറകളുടെ ഡിസൈൻ അല്ലേ? ഇവിടെ വേണ്ടിയില്ല ഒരു ടണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മളിവിടെ വന്നിട്ട് ആദ്യത്തെ ടണലല്ലേ, അതിന് ഇവിടെ ടണൽ ഉണ്ടാക്കാൻ ഇപ്പോഴല്ലേ നമ്മൾ മല തുടങ്ങി. ഓ എൻ്റെ മോനെ, വൻ സെറ്റാണല്ലോ. റോഡ് അടിപൊളിയാട്ടോ. നമ്മളിങ്ങനെ ചാടി ചാടി കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ പോവാം.
അമ്മാതിരി ഇതിലെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ അത് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർന്ന്. കുറേ സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ റൂട്ടില്. നമ്മൾ പിന്നെ ഇങ്ങനത്തെ റോഡുകളായതുകൊണ്ട് അധികം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നോക്കി നിങ്ങൾ ചങ്കനെ കൊണ്ട് റോഡിലൂടെ പോകുമ്പേ റോഡിൽ പോകുന്ന വണ്ടിക്കാരും സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാത്തവർക്ക് വരെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് അവരുടെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മുഖത്ത് കാണാൻ പറ്റുമോ. സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം കിട്ടുന്ന സംഗതിയാണ്. എന്തായാലും ഒരു രസം. നമ്മളെ കുറേ കേരളത്തിൽ വിട്ട മുതൽ നമ്മൾ തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ചടപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരതൊരു കൗതുകത്തിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ കാണിക്കുമ്പോൾ നമ്മളതിനെ ഭയങ്കര എന്താ പറയുക ചൂഷണം ചെയ്യുന്ന പോലെയാണ്. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യലൊക്കെ ഉണ്ട്. കണ്ടില്ലേ ഇവിടുത്തെ ഒരു വീടിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ചെറിയ വീട്, പക്ഷെ എൻ്റെ രസം അറിയാം കാണാൻ. നല്ല തണുപ്പായിരിക്കില്ലേ. അതെ, ചുമ്മാ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയാട്ടോ. ഇവിടെ വേസ്റ്റ് പോയിക്കണല്ലോ. യെസ് യെസ് യെസ്, കൊള്ളാല്ലേ. ഇതിൻ്റെ ഗ്യാപ്പിലൂടെ ഒന്ന് ആദ്യം ഒഴിച്ചു പോകുന്നുണ്ട്. നല്ല ഗ്യാപ്പിലൂടെ അങ്ങനെ പോകുന്നത് നോക്കി നിങ്ങൾ. ആ സൈഡിൽ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുള്ളത് ഫുള്ളങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്താല്ലേ ആകാശത്തിൻ്റെ കളറ്, നല്ല നീലയും വെള്ളയും കളറ് ഡിസൈൻ ചെയ്ത് വെച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ. ഈ നല്ല മരങ്ങളൊക്കെ ആയിട്ട് അതും വേറെ തന്നെ ഭംഗി. സൈഡിൽ കുറേ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. കുറച്ച് ദൂരെ, അങ്ങ് ദൂരെ ദൂരെ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ ഈ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്താ അല്ലേ തട്ടായിട്ട് കുറേ വീടുകൾ. നമ്മളെ ഷിംലയിലും ബാക്കിയുള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്ര ഇല്ലെങ്കിൽ പോലും ഇത് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലൻ്റെ ഗ്യാപ്പിലായിട്ട് വീടുകൾ നല്ല ഭംഗിയുണ്ട്. ടെൻസൺ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അത്. അതിൻ്റെ മുകളിൽ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും കണ്ടില്ലേ. ഈ റോഡിൻ്റെ ഇപ്പുറം സൈഡിലേക്ക് വന്നാലോ അത് വേറെ തന്നെ വ്യൂ. എൻ്റെ മോനെ ഇതൊരു രക്ഷയില്ലാത്ത സീനാട്ടോ. നോക്കി നിങ്ങൾ, എൻ്റെ മോനെ കണ്ടില്ലേ എന്ത് ഭംഗിയില്ലേ. ഫുൾ പരന്ന പ്രദേശങ്ങളും അതിൻ്റെ ചുറ്റിനും മലകളായിട്ട് ഒന്നും പറയാലോ അത്. ചക്കൊക്കെ നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടോ. എത്ര ചക്ക റേമിലുണ്ട്. അയഞ്ചക്ക പരിക്കൊക്കെ ഒന്നും അറിയില്ല. ഇതിലും നല്ല വ്യൂ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിട്ടില്ല കേട്ടോ. നോക്കിയാൽ നിങ്ങൾ എമ്മാതിരി വ്യൂ. അവിടെയൊക്കെ തട്ടിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾ. നമ്മളെ അടിയിൽ നിന്ന് ചായ ഉണ്ടാക്കി, അതേപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി, മുട്ടയും കക്കേരിക്കും തക്കാളിയും അതുപോലെ ക്യാബേജും ഇട്ട് സോസും ഇട്ടാണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി ചായയും ഒരു രക്ഷയില്ല കേട്ടോ. വിശപ്പിൻ്റെ ബുക്കില് വീഡിയോ കൊടുക്കാൻ മറന്നു സത്യം. അടിപൊളി സംഭവം അല്ലേ. ഈ കഴിക്കുന്ന വ്യൂ നോക്കി നിങ്ങൾ. എന്ത് വേണാളിയാ എമ്മാതിരി വ്യൂ അല്ലേ. നല്ല കട്ടൻ ചായയും. ഓഫ്, അടിപൊളി സംഭവം. റോഡിൽ നിൽക്കുന്ന ആൾക്കാരും വണ്ടിയിൽ പോകുന്ന ആൾക്കാരും തിരിഞ്ഞ് നോക്കിയിട്ടാണ് അവരൊക്കെ പോകുന്നത്. ഇവനെ കണ്ടിട്ട് കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എല്ലാവരും ഒന്ന് നോക്കിയിട്ടുണ്ടാവും. നോക്കിയേ കണ്ടോ.
ആ പെണ്ണൊക്കെ തലട്ടാണ് ഇങ്ങോട്ട് വെച്ചിട്ട് നോക്കി. നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കൂല കേട്ടോ. നമ്മളെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മളെ ശ്രദ്ധിച്ചിരിക്കുക. കണ്ടോ,